ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. കമ്പനി അതറിഞ്ഞ് എനിക്ക് പ്രൊമോഷനും തന്നു. സുരേഷ് സന്തോഷപൂർവ്വം കമ്പനിയുടെ ഈ വീട് എനിക്ക് തന്നു. എല്ലാം നല്ലതുപോലെ നീങ്ങി. ഒരു ദിവസം കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞത്. ഡോക്ടർ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആദ്യമായി ഞാൻ നിങ്ങളെ കാണാൻ വന്ന ദിവസം? വരൂ. ഒരല്പം ക്ഷീണമുണ്ട്. ഞാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം. 2-3 ദിവസത്തിനുള്ളിൽ ഭേദമാവും. ഓക്കെ? ഓക്കെ. ഇത് വാങ്ങി കൊടുക്കണം. അല്ല ഡോക്ടർ, ഈ മരുന്നുകളെല്ലാം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടേതാണ്. എല്ലാം എന്റെ കമ്പനിയുടെയാ. ദാറ്റ്സ് ഗുഡ്. അതെ ഡോക്ടർ, ഞാൻ എംപയർ മെഡിക്കോയിലെ സ്റ്റാഫാണ്. അമ്മ ഇത് വെള്ളം കുടിക്കൂ. മതിയോ? ഇനി അമ്മ കിടന്നോളൂ. മോളെ, എന്റെ കാര്യങ്ങൾ നോക്കി നീ എല്ലാം മറക്കുന്നു. നീ ഇതുവരെ ഊണ് പോലും കഴിച്ചില്ലല്ലോ. അമ്മ അതൊന്നും സാരമില്ലെന്നേ, ഞാൻ കഴിച്ചോളാം. അമ്മ ഉറങ്ങിക്കോളാം. കൽപ്പനേ, കൽപ്പനേ. എന്താ അമ്മേ? മോളെ, ഒരു സംഭ്രമം. എനിക്ക് വയ്യ. അമ്മ പേടിക്കണ്ട, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം കേട്ടോ. കിടന്നോളൂ. കൽപ്പന, ഞാൻ അമ്മയ്ക്ക് കുറിച്ച് തന്ന മരുന്നൊന്നും ഫലപ്രദമായി കാണുന്നില്ല. അതുകൊണ്ട് അവയുടെ ഡോസ് കൂട്ടേണ്ടി വരും. ബട്ട് ഡോണ്ട് വറി, ഷീ വിൽ ബി ഓൾ റൈറ്റ്. ശരി ഡോക്ടർ. ഓക്കെ. അതിനുശേഷമാണ് എൻ്റെ അമ്മയെ അങ്ങയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർ, എന്ത് ചെയ്യാൻ കൽപ്പന? മുൻപേ തന്നെ നിങ്ങളുടെ അമ്മയുടെ ഹാർട്ട് വളരെ വീക്കായിരുന്നു. ഇപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ കാരണം സംഗതി കൂടുതൽ വഷളായി. ഞാൻ അവരെ രക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് പറ്റിയില്ല. ഐ എം സോറി. ഷീസ് നോ മോർ. കൽപ്പനേ, മോനെ, എന്താ? ചിതയ്ക്കാര് തീ കൊളുത്തും? ഞാൻ ചോദിക്കാം. ചിതയ്ക്ക് ആരാണ് തീ കൊളുത്തുക? ഞാൻ കൊളുത്താം. നീയോ? എന്ത്? ഞാൻ തന്നെ. പക്ഷെ ഇത് ആചാരത്തിന് വിരുദ്ധമാണ്. ആചാരമോ? അങ്ങ് എന്ത് ആചാരത്തെ കുറിച്ചാണ് പറയുന്നത്? ആ കാലം കഴിഞ്ഞുപോയി. ഇപ്പോൾ മകനും മകളും തമ്മിൽ എന്ത് വ്യത്യാസം? അങ്ങ് തന്നെ പറയൂ. മകൾ അമ്മയുടെ ഗർഭത്തിൽ 9 മാസവും മകൻ 15 മാസവും ഇരിക്കാറുണ്ടോ?
കർമ്മം ചെയ്യുന്നതിന് മകനെന്നോ മകളെന്നോ ഉള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തും.